നമസ്കാരം. ഉച്ചവരെ പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി ഗവർണർ. കണ്ണൂരിലെ കൊലപാതകങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് പരാമർശം. Kannur district has suffered for decades. Who was the man behind the violence in Kannur? The same man. SFI പ്രതിഷേധത്തിനിടെ ഗവർണർ കോഴിക്കോട് നഗരത്തിലിറങ്ങി. പ്രതിഷേധക്കാർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഗവർണർ രാജ്യത്താദ്യമെന്ന് മുഖ്യമന്ത്രി. യൂത്ത് കോൺഗ്രസുകാരെ ഗൺമാൻ മർദ്ദിക്കുന്നത് കണ്ടിട്ടില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി. ദൃശ്യം പരിശോധിക്കേണ്ട ആവശ്യം തനിക്കില്ല. ബസിന് നേരെ വന്നാൽ ഗൺമാൻ തടയുമെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പിണറായിക്ക് യോഗ്യതയില്ലെന്ന് VD സതീശൻ. തെക്കൻ തമിഴ്നാട്ടിൽ പ്രളയ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും അവധി. വന്ദേ ഭാരത് അടക്കം 20 ട്രെയിനുകൾ റദ്ദാക്കി. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 136.50 അടിയിലെത്തി. അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിം ആശുപത്രിയിലെന്ന് റിപ്പോർട്ട്. വിഷം ഉള്ളിൽ ചെന്ന് എന്ന് അഭ്യൂഹം. പാകിസ്ഥാനിൽ ഇന്റർനെറ്റിന് വിലക്കെന്നും റിപ്പോർട്ട്. വാഗേരിയിലെ നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിൽ 10ാം ദിവസം. പശുവിനെ പിടിച്ച സ്ഥലത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് വനം വകുപ്പ്. പ്രദേശത്ത് തമ്പടിച്ച് RRT സംഘം. ഗാസയിൽ ഭൂമിക്കടിയിലൂടെയുള്ള തുരങ്ക ശൃംഖല കണ്ടെത്തിയതായി ഇസ്രയേൽ. തുരങ്കത്തിന് 4 കിലോമീറ്ററിലധികം ദൈർഘ്യം. തുരങ്കത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ട് ഇസ്രായേൽ സൈന്യം.